എന്നും കാണുന്ന ആൾക്കാരോട് ഒരു ഭയങ്കര അഗ്രസീവായിട്ടാണ് ഇവൻ. അത്യാവശ്യം നമ്മളെ കടിക്കാറുണ്ട്. വീട്ടിലെല്ലാവരുടെയും കൈയൊക്കെ കടിച്ച് പറിച്ച് അങ്ങനെ എന്താ പറയുക കളഞ്ഞേക്കാനാണ് പറഞ്ഞത്. ഡേഞ്ചർ ആയിരുന്നു അവസ്ഥ. അപ്പം എന്തോ ഭാഗ്യത്തിനാണ് 2 വട്ടം ആൾക്കാർ രക്ഷപ്പെട്ടത്. അതുപോലെ പേപ്പട്ടിയുടെ ശല്യവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വീട്ടിലെ പട്ടീനൊക്കെ ചെന്ന് കടിച്ച് അങ്ങനെയൊക്കെ പ്രശ്നക്കാരനാണ്. അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുമ്പം കുറച്ച് കമൻറ്റുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. എന്താ കാർലോക്കുട്ടനെ നമ്മൾ കൂട്ടിൻ്റെ പുറത്തിറക്കാത്തെ, എന്തിനാ കൂട്ടിൽ തന്നെ ഇടുന്നത്, അവൻ പുറത്തും മുറ്റത്തൊക്കെ ഓടി കളിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ്. ഞങ്ങൾക്കും അത് തന്നെയാണ് ആഗ്രഹം. ഞങ്ങൾക്ക് അവനെ ഭയങ്കര ഫ്രീ ആയി അഴിച്ചു വിടണമെന്ന് തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് മുകളിലും താഴെയും ചുറ്റിലുമായിട്ട് വീടുകളുണ്ട്. ഇവൻ പറഞ്ഞാൽ ഞങ്ങൾ 4 പേരാണ് വീട്ടിലുള്ളത്. പപ്പയും അമ്മയും ഞാനും എൻ്റെ അനിയത്തിയും. അപ്പം ഞങ്ങൾ 4 പേരൊഴിച്ച് ബാക്കി എല്ലാവരുടെ അടുത്തും ഭയങ്കര അഗ്രസീവാണ്. തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാരോട് വരെ ഭയങ്കര, എന്നും കാണുന്ന ആൾക്കാരോട് വരെ ഭയങ്കര അഗ്രസീവായിട്ടാണ് ഇവൻ പെരുമാറാറ്. ഞങ്ങളെ എടുത്തും അത് ഞങ്ങളെയും ഒരുപാട് കടിക്കും ഇവൻ. പക്ഷെ വേദന എടുപ്പിക്കാണ്ടാണേലും ഇത്തിരി ദേഷ്യമൊക്കെ വരുമ്പോഴത്തേക്ക് ഇവൻ അത്യാവശ്യം നമ്മളെ കടിക്കാറുണ്ട്. അപ്പം ഇവർ കടിക്കുന്നൊരു ടൈപ്പാണ്. കാര്യം ഇവൻ്റെ അതേ സമയത്ത് ഇവൻ്റെ ഒപ്പം ഉണ്ടായൊരു കുഞ്ഞ് ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ അടുത്താണുള്ളത്. അവൻ ഇതിലും അഗ്രസീവാണ്. ഭയങ്കര അഗ്രസീവായിട്ട് വീട്ടിലെല്ലാവരുടെയും കൈയൊക്കെ കടിച്ച് പറിച്ച് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ അവനെ എന്താ പറയുക കളഞ്ഞേക്കാനാണ് പറഞ്ഞത്. കാര്യം അത്രയ്ക്കും ഡേഞ്ചർ ആയിരുന്നു അവസ്ഥ. അപ്പം അതൊക്കെ പോലെ തന്നെയാണ് ഇവനും. അപ്പം നമ്മുടെ അടുത്ത് നമ്മൾ ഇവനെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കുക പരമാവധി. അതേ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇവനാണേൽ പലതവണ ഈ ഓട്ടത്തിനിടയ്ക്ക് ഈ ചങ്ങലയൊക്കെ തൊടലൊക്കെ പൊട്ടിയിട്ട് ഓടിയിട്ടുണ്ട്. ഓടിപ്പോയി എന്തോ ഭാഗ്യത്തിനാണ് 2 വട്ടം ആൾക്കാർ രക്ഷപ്പെട്ടത്. അപ്പം ഇവൻ്റെ ഇരിപ്പൊക്കെ കണ്ടാൽ തോന്നുന്നു ഇവൻ ഭയങ്കര പാവമാണ്. നല്ല കുഞ്ഞാ. ഇവൻ അങ്ങനെ പാവമൊന്നുമല്ല. ഇവൻ ഞങ്ങളുടെ അടുത്ത് മാത്രമേ അങ്ങനെ നിൽക്കത്തുള്ളൂ. അവൻ ബാക്കി തൊട്ടടുത്ത വീട്ടുകളിലുള്ള ആൾക്കാരോട് വരെ ഭയങ്കര ഇതാണ്. അപ്പം നമുക്കിവനെ പുറത്ത് നമ്മുടെ കൺവെട്ടത്തെ നിർത്താൻ പറ്റത്തുള്ളൂ. അഴിച്ചു വിട്ടാലും നമ്മൾ ആരെയിലൊക്കെ മുറ്റത്ത് വേണം എപ്പോഴും. അല്ല ഇവൻ എങ്ങാനും അഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇവൻ ആരെങ്കിലുമൊക്കെ ചെന്ന് കടിക്കും. അപ്പം നമുക്കത് നല്ല പേടിയുണ്ട്. അപ്പം അത് മാത്രമല്ല, ഞങ്ങൾക്ക് വീടിൻ്റെ ചുറ്റിലും ഹൈറ്റുള്ള മതിലൊന്നുമില്ല. പിന്നെയാണെ അതൊന്നും പോരാഞ്ഞിട്ട് കാട്ടുപന്നി അതുപോലെ പേപ്പട്ടിയുടെ ശല്യവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ധൈര്യം ഇല്ല. ഇവനാണെങ്കിൽ അങ്ങോട്ട് ചെന്നങ്ങ് കയറുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പേടിയാണ് ഇവൻ ഇനി എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒപ്പിക്കുമോ അങ്ങനെയൊക്കെ. അഴിഞ്ഞു പോയപ്പോഴൊക്കെ ഇവൻ ഓടി എവിടെയെങ്കിലൊക്കെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ച് നമുക്ക് പിടിച്ചുകൊണ്ട് വരാൻ പോലും പറ്റത്തില്ല. ഇവൻ അങ്ങനെ അപ്പുറത്തെ വീട്ടിലെ പട്ടീനൊക്കെ ചെന്ന് കടിച്ച് അങ്ങനെയൊക്കെ പ്രശ്നക്കാരനാണിവൻ. അപ്പോൾ ഇത് അവരുടെ ആ ജനറ്റിക്കലി അവരങ്ങനെയാണ്. നമ്മൾ എത്ര ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടും അവനങ്ങ് ആ കാര്യങ്ങളിൽ മാറുന്നില്ല. അപ്പം ഞങ്ങൾക്ക് ഇവനെ ഇങ്ങനെ ഫ്രീ ആയിട്ട് അഴിച്ചു വരണം തന്നെയാണ് ആഗ്രഹം. ഇപ്പം നമുക്ക് വീടിനകത്ത് കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുകയാണ്. അപ്പം ആ വർക്കുകൾ ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ അവനെ വീട്ടിനകത്ത് തൊടലൊന്നുമില്ലാതെ നമ്മൾ കയറ്റാറുണ്ട്. ഇപ്പം പണി നടക്കുന്നത് കൊണ്ടാണ് ഇപ്പം മുറ്റത്ത് മാത്രം നിൽക്കുന്നതും. ഓക്കെ, ഭാഗത്ത് നിറച്ചും പൊടിയും കാര്യങ്ങളൊക്കെയാണ്. അവനെ കയറ്റാൻ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. അങ്ങനെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ തൊടലൊക്കെ അഴിച്ചവനെ വീടിനകത്ത് മൊത്തം ഓടിക്കളിക്കാൻ വേണ്ടിയിട്ട് വിടും. അത്യാവശ്യം നല്ല സ്ഥലമുണ്ട് വീടിനകത്ത്. അവൻ ഓടിക്കളിക്കാൻ മാത്രമേ സ്ഥലമുണ്ട്. ഇപ്പം ആ ഒരു വർക്ക് നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ കുറച്ച് കാലത്തേക്ക് നമ്മൾ പുറത്ത് മാത്രം നിർത്തുന്നത്. പക്ഷെ മുറ്റത്തൂടെയും നമുക്ക് തൊടലില്ലാതെ അവനെ അഴിച്ചു വിടൽ കുറച്ച് ബുദ്ധിമുട്ട്. ഞങ്ങളെല്ലാവരും പുറത്ത് പോകുന്ന ആൾക്കാരാണ്. പകലൊക്കെ പല ജോലികളും കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ ആരും വീട്ടിൽ കാണത്തില്ല. വൈകുന്നേരം തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ രാവിലെ അമ്മ എഴുന്നേൽക്കുന്ന പാടെ രാവിലെ 5 മണി തൊട്ട് ഇവൻ പുറത്തുണ്ടാവും. വേണ്ടടാ 5 മണി തൊട്ട് ഇവൻ പുറത്തുണ്ടാവും. പോകുമ്പോഴത്തേക്ക് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേ ഞങ്ങൾ ഉള്ളിൽ കയറ്റാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു 100 വട്ടം വന്ന് നോക്കണം നമ്മൾ മുറ്റത്ത്. ഇവൻ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കുന്നുണ്ട്, ഇവൻ എന്തൊക്കെയാണ് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റും. പട്ടികളോ എന്തെങ്കിലും വന്ന് കടിക്കുമോ, നമുക്ക് അങ്ങനെ നല്ല പേടിയുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പല വട്ടം വന്ന് നോക്കുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് വൈകുന്നേരം വന്നാലൊരു 7 മണിക്കൊക്കെ 7 മണി 7:30 സമയത്തൊക്കെ തുറന്നു വിട്ടാൽ രാത്രി ഞങ്ങൾ കിടക്കുമ്പോഴാണ് പിന്നെ ഇവനെ കൂട്ടിക്കയറ്റാറ്. അപ്പോൾ അവന് ഞങ്ങൾ ഒട്ടും അഴിച്ചു വിടാതെയും അങ്ങനെ ഫ്രീഡം കൊടുക്കാതെയും ഒന്നും ഇരിക്കുന്നില്ല. അവൻ്റെ സേഫ്റ്റിക്കും പിന്നെ ചുറ്റിലുള്ള ആൾക്കാരുടെയൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ തൊടല് കെട്ടിയിരിക്കുന്ന ഒരു കമ്പിയിലാണ്, ഞാൻ കാണിച്ചു തരാം. അത് കണ്ടോ, ആ തെങ്ങ് തൊട്ട് ഇത്രയും ദൂരം അങ്ങ് ആ പറമ്പ് വരെ അത് നമ്മുടെ സ്ഥലമൊന്നും അല്ല. പക്ഷേ നമ്മൾ അങ്ങ് വരെയാണ് കെട്ടിയേക്കുന്നത്. അവിടെ വരെ
ആ തെങ്ങ് കാണുന്ന അവിടെ വരെയാണ് ഈ കമ്പി ഉള്ളത്. അത്രയും ദൂരം ഇവന് ഓടി നടക്കാൻ പറ്റും. പക്ഷെ തൊടലിൽ നിന്ന് അഴിഞ്ഞു പോയാൽ അവൻ എങ്ങോട്ടേലും ഓടിപ്പോകും, ആരെങ്കിലും കടിക്കും, അല്ലെ എവിടുന്നേലും കടി മേടിക്കും. അപ്പോൾ അതാണ്, അങ്ങനെ പല വട്ടം പോയിട്ടുണ്ട് ഇവൻ. ഇവൻ അങ്ങനെ ഒരു കള്ളനാണ് അല്ലേ? ഇവൻ്റെ ഇരിപ്പൊക്കെ കണ്ടാൽ ഇവൻ എന്ത് പാവം അല്ലേ? പക്ഷെ ഇവൻ അങ്ങനെയൊന്നും അല്ല, ഇവൻ്റെ അഭിനയം ഇതൊക്കെ അല്ലേ ചുന്ദര? അല്ലേ ചുന്ദര? അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയും ഫിനാൻഷ്യലി പ്രശ്നങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ പൈസ ആവുന്ന പോലെ നമ്മൾ ഓൾറെഡി കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പറ്റുന്ന പോലെ എങ്ങനെയെങ്കിലും ഈ ചുറ്റിലും ഒരു വേലി പോലെ എന്തെങ്കിലും കെട്ടുമായിരുന്നെങ്കിൽ നമുക്ക് ഇവനെ കുറച്ചും കൂടെ അങ്ങ് അഴിച്ചു വിടാൻ പറ്റുമായിരുന്നു. നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഈ കമ്പി ഇത്തിരി കൂടെ താത്തി കെട്ടാൻ ഇങ്ങനെ കമൻറ്റുകൾ കണ്ടു. അപ്പോൾ കമ്പി താത്തി കെട്ടിയപ്പോഴൊക്കെ ഇവൻ്റെ കയ്യിലും കാലിലൊക്കെ ചങ്ങല തൊടൽ കുടുങ്ങിയിട്ട് അവൻ ഓടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇച്ചിരിയും കൂടെ പൊക്കി കെട്ടി കൊടുത്തത്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് എന്താ വെച്ചാൽ അതിന് ചെയ്യാം. നിങ്ങളെല്ലാവരുടെയും ഇവന് എന്താ പറയുക, ഇവന് ഓർത്തുള്ള കൺസേൺസും കാര്യങ്ങളും ആ സ്നേഹവും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ എപ്പോഴും ഉണ്ടാവണം. ഞങ്ങളുടെ കുഞ്ഞ് മിടുക്കനായിട്ടാണ് ഇരിക്കുന്നത്, ഞങ്ങൾ മിടുക്കനായിട്ട് നോക്കും അല്ലേ? അല്ലേ കുഞ്ഞപ്പ? അല്ലേ? അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഞാൻ കുറേ എല്ലാ കമൻറ്റിനും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം താങ്ക് യു. ഹൈ പറഞ്ഞ് ബായ് പറ, ടാറ്റ കൊടുക്ക്.